ഹേ ഗൈസ്, അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ള സ്പെഷ്യലായിട്ട് വേണമെന്ന് പറയാം നാടൻ ചിക്കൻ കറിയാണ്. അതെങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ചധികം തന്നെ എണ്ണ ഒഴിച്ച് കൊടുക്കാം. വെളിച്ചെണ്ണ ഉണ്ടെങ്കിൽ അത് ഒഴിച്ചെടുക്കുന്നതായിരിക്കും നല്ലത്. ഇനി എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു 4 സവാളയാണ് ഇട്ട് കൊടുക്കുന്നത്. ഞാനിവിടെ 2 കിലോ കോഴിയുടെ അളവിലാണ് കാണിച്ചു തരുന്നത്. അതനുസരിച്ചിട്ട് വേണം ഉള്ളിയുടെ അളവെടുക്കാനായിട്ട്. ഞാനിവിടെ 2 കിലോ കോഴിക്ക് 4 സവാളയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതുപോലെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഇനി ഇതൊന്ന് നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇത് വഴറ്റി വരുമ്പോഴേക്കും അതിലേക്ക് കുറച്ച് ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി അതിലോട്ട് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ ഒരു പിടി കറിവേപ്പില ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഇതിലേക്ക് വേറെ മസാലയുടെ ഒന്നും ആവശ്യമില്ല. ഇനി ചേർക്കുന്നത് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വെളുത്തുള്ളി മുഴുവനായിട്ടും ചതച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റണം. ഇനി ഉള്ളിയൊക്കെ വാടി വരുമ്പോഴേക്കും അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കാം. ഞാനിവിടെ 3 വലിയൊരു തക്കാളിയാണ് ഇട്ട് കൊടുക്കുന്നത്. ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. ഉള്ളിയൊക്കെ നല്ല വാടി വരണം. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചമണം മാറുന്നത് വരെ വഴറ്റിയെടുക്കാം. ഇതിപ്പോൾ ഏകദേശം കുക്കായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കഴുകി വെച്ച ചിക്കൻ ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കാനില്ല. ചിക്കനിലുണ്ട് വെള്ളം മാത്രം മതി. ഇനി ഇതൊന്ന് നല്ലതുപോലെ ഇളക്കിയെടുക്കാം. ഇനി ഇതിലേക്ക് എരിവിനായിട്ട് കുറച്ച് കുരുമുളക് പൊടി ചേർക്കണം. കുരുമുളക് പൊടിച്ചതല്ല, ഫ്രഷ് ആയിട്ടുള്ള കുരുമുളക് ഒന്ന് ചൂടാക്കിയെടുത്ത് ക്രഷ് ചെയ്തെടുത്തതാണ്. അതങ്ങനെ തന്നെ ചേർക്കുമ്പോഴാണ് അതിൻ്റെ ഒരു നാടൻ ടേസ്റ്റ് കിട്ടുന്നത്. അതങ്ങനെ തന്നെ ചേർക്കുക. കുറച്ചധികം തന്നെ ചേർക്കണം. ഒരു 5-6 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുക. ഇനി ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്ക് എരിവ് കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അധികം ചേർക്കാം. ഇനി ഇതേ സമയം ഇതിലേക്ക് ഒരു 2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. വേറെ മസാലയൊന്നും ആവശ്യമില്ല. ചിക്കൻ മസാലയോ ഗരം മസാല ഇതൊന്നും ആവശ്യമില്ല. ഇത്രയും ഇട്ടതിന് ശേഷം നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾക്കിനി മസാല ചേർക്കണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. നാടൻ ടേസ്റ്റ് കിട്ടണമെങ്കിൽ മസാല ഒന്നും ചേർക്കാതെയാണ് നല്ലത്. ഇനി ഇതിലേക്ക് മെയിനായിട്ട് ചേർക്കാനുള്ളത് നിങ്ങളുടെ എരിവിനനുസരിച്ച് കുറച്ച് മുളക് പൊടിയും മല്ലിപ്പൊടിയും ഒരു പാനിലിട്ട് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കുക. ഇനി അതൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് അതിലേക്ക് കുറച്ച് പുളിയും വെള്ളവും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുക്കുക. അതാണ് ഇപ്പോൾ ഇട്ട് കൊടുക്കുന്നുള്ളത്. അത് മുഴുവനായിട്ട് അങ്ങനെ അതിലേക്ക് ഇട്ട് കൊടുക്കാം. ഈ കറിയുടെ ടേസ്റ്റ് എന്ന് പറയുന്ന ആ പുളിയുടെ മിക്സ് തന്നെയാണ്. അതങ്ങനെ തന്നെ ചേർക്കുക. ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയിലയും കൂടി ഇട്ട് കൊടുത്ത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം.
അടച്ച് വെച്ച് നല്ലപോലെ വേവിക്കാൻ വെക്കാം. ചിക്കനൊക്കെ വെന്ത് വരുന്നവർക്കും അടച്ച് വെക്കാം. ഇനി അതിലേക്ക് ചേർക്കേണ്ടത് തേങ്ങയാണ്. തേങ്ങ ക്രഷ് ചെയ്താണ് ഇട്ട് കൊടുക്കുന്നത്, അരച്ചല്ല. അതിനായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. ഞാൻ ഇവിടെ മിക്സിയുടെ പകുതിയോളം തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി അതിലോട്ട് 1 ടീസ്പൂൺ ചെറിയ ജീരകം ഇട്ട് കൊടുക്കാം. പിന്നെ 4-5 ഇല്ലി വെളുത്തുള്ളി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അതേസമയം നമുക്ക് ചിക്കൻ വെന്തോന്ന് നോക്കാം. ഇപ്പോൾ ചിക്കനിൽ നിന്ന് നല്ലപോലെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇനി ഇതിലോട്ടൊരു 3 പച്ചമുളക് നീളത്തിൽ കീറിയിട്ട് ഇട്ട് കൊടുക്കാം. ഇനി അത് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇനി ചിക്കനൊക്കെ നല്ല വെന്ത് വന്നതിന് ശേഷം അതിലേക്ക് ഒരു ചെറുനാരങ്ങയുടെ പകുതി ഞാൻ ഇവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് പിഴിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. നേരത്തെ പുളിയുടെ മിക്സ് ചേർത്തത് കൊണ്ട് പുളി നോക്കിയിട്ട് വേണം ചെറുനാരങ്ങ ഇടാനായിട്ട്. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ മാറ്റി വെച്ച തേങ്ങയുടെ മിക്സ് ഇട്ട് കൊടുക്കാം. തേങ്ങ അരച്ച മിക്സിയുടെ ജാറിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് അതൊന്ന് അതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഇതേ സമയം നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ചെക്ക് ചെയ്ത് വേണമെങ്കിൽ ഉപ്പിട്ട് കൊടുക്കാം. തേങ്ങ ചേർക്കുമ്പോൾ വറുത്തല്ല ചേർത്തത്, വറുക്കാത്ത തേങ്ങയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഇനി അതൊന്ന് തിളച്ച് വരുമ്പോഴേക്കും അതിലേക്ക് മല്ലിയിലയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് സവാള ഒന്ന് ഫ്രൈ ചെയ്ത് ഇട്ട് കൊടുക്കാനുണ്ട്. അതിന് മുന്നേ ഇതിലേക്ക് കുറച്ച് ഉലുവയും കൂടി ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് ഒരു പാനിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് അതിലേക്ക് 1 ടീസ്പൂൺ ഉലുവ ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് പൊട്ടി വന്നതിന് ശേഷം അതൊന്ന് ആ കറിയിലേക്ക് ഒന്ന് ഒഴിച്ച് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതൊന്ന് അടച്ചു വെക്കാം. ഇനി ഉള്ളി ഫ്രൈ ചെയ്യാനായിട്ട് അതേ പാനിലേക്ക് കുറച്ച് എണ്ണ കൂടി ഒഴിച്ച് സവാള ഒന്ന് നേർങ്ങനെ കട്ട് ചെയ്ത് 2 സവാളയാണ് ഞാൻ ഇവിടെ എടുത്തിട്ടുള്ളത്. അതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഒരു ഗോൾഡൻ കളർ ആകുമ്പോഴേക്കും അതിൽ നിന്ന് കോരിയെടുക്കാം. ചെയ്തിട്ടുള്ള സവാളം കൂടി അതിലേക്ക് ഇട്ട് കൊടുത്താൽ നാടൻ ചിക്കൻ കുറുമ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നെയ്പ്പത്തലിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റിയുള്ള കറിയും കൂടിയാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇതുപോലത്തെ റെസിപ്പിക്കായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊന്ന് സപ്പോർട്ട് ചെയ്യുക. ഇതുപോലെ റെസിപ്പിയായിട്ട് ഞാൻ വീണ്ടും വരുന്നതാണ്. അതുവരേക്കും ബൈ.